ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ലാസ്റ്റ് പാർട്ട് വീഡിയോ, നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതിലൂടെ നമ്മുടെ തെർമോഡൈനാമിക്സ് ഫുൾ പോർഷൻസ് ഞാൻ നന്നായി സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ഞാൻ ചുരുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 മിനിറ്റോ 5 മിനിറ്റോ വീഡിയോസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്കത് 2xോ എന്തിന് വേണമെങ്കിലും ഇട്ട് കാണാം. അതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്. വെള്ളിയാഴ്ച എക്സാം ആകുമ്പോഴേക്കും ഞാൻ എല്ലാ ടോപ്പിക്സും ഇടുന്നതായിരിക്കും. ദെൻ ഫസ്റ്റ് ചേഞ്ച്. ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ഡെൽറ്റ ഫ്യൂസ് എസ് ഈസിക്കൽ ടു എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ പറ്റിയിട്ടുള്ള കുറേ ഫസ്റ്റ് ചേഞ്ച് ഉണ്ട്. എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ, എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ, അങ്ങനെ 3 പ്രോസസ്സ് ഉണ്ട്. എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ചസ് accompanying in the conversion of the 1 mole of the solid substances into its liquid ഫോം അറ്റ് എ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐസ് മെൽട്ടായിട്ട് വെള്ളമാവില്ലേ, ആ പ്രോസസ്സാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ഫ്യൂസ് ഈക്വൽ ടു ഡെൽറ്റ ഫ്യൂസ് H/T. ഇറ്റ്സ് എ കൺവേർഷൻ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസസ് ഇൻറ്റു ലിക്വിഡ് ബൈ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. സോളിഡ് സബ്സ്റ്റൻസസ് ലിക്വിഡായി മാറുന്നതിനാണ് ബൈ മെൽറ്റിംഗ് പ്രോസസ്സ്, അതിനെ പറയുന്നതാണ് ഫ്യൂഷൻ. ഇനി എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സെയിം ഇക്വേഷനാണ്. അതിൻ്റെ FUS, VAP അതൊക്കെ മാറ്റിയാൽ മതി കേട്ടോ. എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ചസ് എക്കമ്പൈനിങ് വിത്ത് ദ കൺവേർഷൻ ഓഫ് ദ 1 mole ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസസ് ഇൻറ്റു എ വേപ്പർ ബൈ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഒരു ലിക്വിഡ് വേപ്പറായി മാറുന്നതാണ് എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ. എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡായി മാറുന്നത്. എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് വേപ്പറായിട്ട് മാറുന്നത്. എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ഡയറക്റ്റായിട്ട് വേപ്പറായി മാറുന്നത്. എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പറായി മാറുന്നതും, എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് വേപ്പറായി മാറുന്ന പ്രോസസ്സാണ് എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ. അത്രേ പഠിക്കാനുള്ളൂ. ഇനി ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ ഇക്വേഷൻ നോക്കുക. ഡെൽറ്റ H ഈസിക്കൽ ടു ഡെൽറ്റ G ഈസിക്കൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഡെൽറ്റ G ഈസിക്കൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. അത്രയേ ഉള്ളൂ പഠിക്കാനുള്ളത്. ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ വിത്ത് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ എനർജി. ഫ്രീ എനർജീനെ നമുക്ക് യൂസ്ഫുൾ എനർജി ആക്കി മാറ്റുന്നതാണ് ഗിബ്സ് എനർജി. റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഇത് 0 ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ലോവർ ദാൻ 0 ആയിരിക്കും. റിവേഴ്സിബിൾ പ്രോസസ്സിൽ ലോവർ ആൻഡ് 0. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്പോണ്ടേനിയസ് പ്രോസസ്സ് അതൊക്കെ വെറുതെയാണ്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ബോക്സ്. എന്നാലും നിങ്ങൾക്ക് വായിച്ച് നോക്കേണ്ടവർക്ക് വായിച്ച് നോക്കാം. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ G ഈസിക്കൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S ഒക്കെ ഉള്ളൂ. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. 3 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു വഴി പഠിക്കാനുള്ളൂ. അറ്റ് ആൻ അബ്സല്യൂട്ട് 0 ദ എൻട്രോപ്പി ഓഫ് പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് 0. ഒരു അബ്സല്യൂട്ട് 0 എന്ന് പറയുമ്പോൾ ആ സമയത്ത് അബ്സല്യൂട്ട് 0 ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെ, ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ 0 ആയിരിക്കും. ഒരു അബ്സല്യൂട്ട് 0-ൽ അതിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഏതിലായിരിക്കും? അബ്സല്യൂട്ട് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ. അബ്സല്യൂട്ട് 0 ഈസ് ഇൻ ദ ക്രിസ്റ്റലൈൻ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ്. പെർഫെക്റ്റ്ലി ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡിൽ അതെപ്പോഴും 0 ആയിരിക്കും. അതിൻ്റെ അബ്സല്യൂട്ടിൽ 0 ആയിരിക്കണമെങ്കിൽ എൻട്രോപ്പി ഹാസ് ഓൾസോ ബിക്കം 0. അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.